ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കുവാണല്ലോ. അങ്ങനെ ഇപ്പോൾ അവൾ പോലീസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ലാന്നും ഞാൻ ആരിൽ നിന്നും ഒന്നും മോഷ്ടിച്ചില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ അത് മോഷ്ടിച്ചില്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് കാണിക്കാനായിട്ട് പോലീസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കയ്യിൽ തെളിവുകളൊന്നും തന്നെ ഇല്ലല്ലോ. അത് കാരണം എന്തായാലും ഈ കേസ് തെളിയാത്തടത്തോളം നീ ഇവിടെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് ജയിലിലേക്ക് ആക്കുവാണ്. അവൾ അപ്പോഴൊക്കെ പറയുന്നുണ്ട്, ഞാൻ ആരിൽ നിന്നും ഒന്നും മോഷ്ടിച്ചില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോഴും തെളിവുകളൊന്നും ഇല്ലാത്തത് കാരണം നമ്മുടെ ഹീറോയിനെ അവർ ജയിലിലേക്ക് അടയ്ക്കുവാണ്. അവളവിടെ തറയിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ടൊന്ന് കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് നിങ്ങളെ പുറത്തിറക്കിയിട്ടുണ്ടെന്നും നിങ്ങളെ കാണാനായിട്ട് ഒരു പുറത്ത് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അവൾ ഓടിപ്പോയി ഹഗ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പേടിച്ചു പോയി, എനിക്കിവിടെ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നീ പിന്നെ രക്ഷിക്കാൻ വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും ഞാൻ ഒരിക്കലും ഇതുപോലൊരു സാഹചര്യത്തിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല, അത് കാരണം എനിക്ക് വളരെയധികം പേടിയാവും, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവൾ നേരെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു രാത്രി സമയം ആയിട്ടുണ്ടായിരുന്നു. ഹീറോയും ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ ജയിലിലേക്ക് ആകുന്നതും അതും ചെയ്യാത്തൊരു ത്തിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ഇങ്ങനെ അവൾ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അവൾക്കൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഇനി അതും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് വെറുതെ വിഷമിക്കേണ്ടെന്നും നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് ഡേ ആയിരിക്കും ചിലപ്പോൾ ഇന്ന്, അത് കാരണം നമുക്ക് സന്തോഷമായിട്ട് പിരിയാമെന്നും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ നീ ഇതെന്താ ഈ പറയുന്നത്, എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹഗ് ചെയ്ത് കഴിയുമ്പോൾ അവൻ അവളോടൊരു കാര്യം പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ എന്നെ ഹഗ് ചെയ്തതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കുമെന്ന്, വേറൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത്, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് അവൻ എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവൻ എന്താ ഈ പറയുന്നത് മനസ്സിലാകാത്തത് കാരണം, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ എങ്കിൽ നീ അത് പറയും, ഞാനത് തിരുത്താൻ തയ്യാറാണ്, അതിന് നീ ഇങ്ങനെ ഈ ബ്രേക്കപ്പ് എന്നുള്ള കാര്യമൊക്കെ എന്തിനാ പറയുന്നതെന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയും ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നീ, പക്ഷേ നമ്മുടെ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ നീ തമാശ പറയുന്നതാണോ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യമൊന്നും പറയാതെ അവൻ തിരികെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ പുറകിലേക്ക് പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും അവൻ ആ കൈയെല്ലാം വിട്ട് കളഞ്ഞിട്ട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. പുറകെ നിന്ന് ഓടി നമ്മുടെ ഹീറോയിനോട് നിലത്ത് വീഴുന്നത് പോലും അവ ശ്രദ്ധിക്കാതെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഈ നടക്കുന്നതൊക്കെ എന്താണെന്ന് അറിയാതെ വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും അറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് നേരം വെളുപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ റെൻ്റ് ഹൗസ് താമസിക്കുന്ന ഒരു പയ്യൻ്റെ സൂപ്പർ മാർക്കറ്റില്ലേ, അതുവഴി അവളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇന്നലെ രാത്രിത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ നല്ല ടയേർഡായിരുന്നു. നേരെ വന്നിട്ട് അവൾ വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പുറമൊക്കെ തടയി കൊടുത്തിട്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് വെച്ചിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നുമുണ്ട്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡൽ പെൺകുട്ടിയായിരുന്നു. അവളുടെ കയ്യിൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനുള്ള തെളിവുണ്ടെന്നും അത് കാരണം ഞാൻ അവളെ രക്ഷിച്ചു തരാം, പക്ഷേ പകരം നീ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ അവളും തമ്മിൽ ബ്രേക്കപ്പ് ആവണം, ഞാനത് അവളോട് വെല്ലുവിളിച്ച കാര്യമാണ്, ഈ തെളിവും കൊണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവൾക്ക് ഇപ്പം തന്നെ രക്ഷപ്പെടാം, മറിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാനത് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുമെന്നും പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഫുള്ളും ഹീറോയിനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അവൻ ബ്രേക്കപ്പിനെ കാട്ടി അപ്പുറം നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവൾ പറയുന്ന ആ കാര്യത്തിന് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ പോയിട്ടും ഇവനെ വിശ്വാസമില്ലാത്ത കാരണം ഒന്നുകൂടെ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ അവളെ ബ്രേക്കപ്പ് ആക്കുമല്ലോ അല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ അവളെ രക്ഷിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ എന്നും, ഒരിക്കലും നീ അവളെ രക്ഷിക്കാതിരിക്കരുത്, നിൻ്റെ ഈ തെളിവ് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവളെ പുറത്തിറക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടെങ്കിലും അവളെങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ള ഒറ്റ കാര്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ തെളിവുകൾ കൊണ്ടായിരുന്നു ഈ പെൺകുട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നത്. എന്നിട്ട് ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു പോലീസിന് കാണിച്ചിരുന്നത്. അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ പെൺകുച്ചി നമ്മുടെ ഹീറോയിൻ്റെ ബാഗിലേക്ക് റിങ് കൊണ്ടിടുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് അയാൾ കണ്ടിട്ട് അയാൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സമയത്ത് നിങ്ങളവിടെ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവൾ ജസ്റ്റ് പോയപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ടാണ് ഞാൻ പുറകെ നിന്ന് പോയിട്ട് ഇത് കണ്ടത്, അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഒരു ബോയ് ഫ്രണ്ടില്ലേ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനുമായിട്ട് ജസ്റ്റ് ഒന്ന്
പ്രണയിക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ അവർ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ആ റൂമിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ച് വന്ന് ആ റിങ് ആ ബാഗിനകത്ത് ഇട്ടിരുന്നത്. അത് ഇവൾ കണ്ടിട്ട് ആ സമയത്ത് വീഡിയോ എടുക്കുകയും ചെയ്തു. എന്തായാലും ഒറ്റപടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ അവൾക്ക് രണ്ടുപേരെയും പൂട്ടാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്തായിരുന്നു ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചിനെ പോലീസ് വിളിച്ചിട്ട് ചോദ്യം ചെയ്തിരുന്നത്. അങ്ങനെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു അടി അവൾക്ക് കിട്ടുമെന്ന്. ഇതാരാ കാണിച്ചതെന്നുള്ളത് അവൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും ഈ മോഡൽ പെങ്കുച്ചി തന്നെ അവൾ കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ അടിക്കാനായിട്ട് പുറകിൽ നോടുമ്പോൾ ഈ മോഡൽ പെൺകുട്ടി ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്നും മനുഷ്യനായ ഇത്രയും തരം താഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് പരിഹസിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവൾ അവളുടെ റൂമിൽ തന്നെ ഇരിപ്പായിരിക്കുവാണ്. കയ്യിൽ എന്തോ മുറിവ് പറ്റിയിട്ട് അവളിങ്ങനെ അത് നോക്കിയിരിക്കുമ്പോഴായിരുന്നു അവളുടെ മുത്തശ്ശൻ പുറത്ത് വന്ന് വിളിച്ചിരുന്നത്. ഡോറ് തുറക്കുമ്പോൾ നിനക്കത് എന്ത് പറ്റി, എന്താ നീ പുറത്തേക്കൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ എന്താ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, ഈ പടിയൊക്കെ എന്തിനാ ഇങ്ങനെ കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നീ ഇപ്പോൾ പഴയതുപോലെ ഒട്ടും ആക്റ്റീവ് അല്ല, നിനക്ക് എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വയ്യാന്ന് അവൾ കള്ളം പറയുന്നുണ്ടായിരുന്നു. ഉടനെ മുത്തച്ഛൻ ഇത് വയ്യായ്മയൊന്നുമല്ല, സത്യം പറ, നീ നിൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ പിണങ്ങിയിട്ടല്ലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഞാനും അവനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് ശരിക്കും വയ്യാത്തതുകൊണ്ടാണ് അവൾ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു. അന്നേരം മുത്തശ്ശൻ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം എന്നോട് പറയും, ഞാൻ അവനോട് വിളിച്ച് പറയാം, നിനക്ക് സുഖമില്ലാന്നും വന്ന് കണ്ടോന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അവൾ ആകെ പതുങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ അവളോടൊരു കാര്യം പറയുന്നുണ്ട്, മോളെ നീ ആരെ പ്രണയിച്ചാലും ഞങ്ങളത് ബാധിക്കുന്ന കാര്യമില്ല, പക്ഷേ ആളാരാന്ന് ഞങ്ങളോട് നീ പറയണമെന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അയാളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് മതി ഒരു വിവാഹത്തിലേക്ക് എടുത്ത് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്കൊരു ടാബ്ലറ്റ് കൊടുത്തിട്ട് ഇത് കഴിച്ചിട്ട് മോള് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ഓർമ്മയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ കിൻഡർ ഗാർഡനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് അവളുടെ അമ്മയുടെ മകനില്ലേ, അതായത് അവളുടെ അനിയൻ തന്നെയാണ് അവനും പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഈ പയ്യൻ ഇവളോടൊരു കാര്യം പറയുന്നത്. നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവൻ എന്ത് ജോലിയാണ്, അവനോട് കളിക്കാനായിരുന്നാലും അവനോട് സംസാരിക്കാനായിരുന്നാലും എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്നതെന്ന് ആ റെൻ്റ് ഹൗസ് താമസിക്കുന്ന പയ്യൻ ചോദിക്കുമ്പോൾ അത് ഇവൻ ഇതേപോലെ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് നിന്നെ കാണണമെന്ന് തോന്നി, അത് കാരണം ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഐസ്ക്രീം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഈ റെൻ്റ് ഹൗസ് താമസിക്കുന്ന പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് ഒരു ബുക്ക് പോലൊരു സാധനം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഇതിൽ എൻ്റെ ക്യാരക്ടർ നീ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇന്ന് ടിക്കിടാനും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തായാലും അത് മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് ഇവൾ ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇത് എന്താ ഈ സംഭവം, എന്തിനാ ഇത് എൻ്റെ കയ്യിൽ തന്നതെന്ന് അറിയാതെ ഒരു വല്ലാത്ത ഇതിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ജീവിതം എന്താ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് സ്നേഹിച്ചിരുന്ന എന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന ആൾ എന്നെ പെട്ടെന്ന് വെച്ച് എന്നെ ഇട്ടിട്ട് പോയി. ഇപ്പം ഇതാ അമ്മയുടെ കമ്പനി പൂട്ടാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസും വരുന്നു. എന്തൊക്കെയാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് എന്താ ഒന്ന് പൊട്ടി കരയാൻ പോലും പറ്റാത്തെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കാണിക്കുന്നത് ആ മോഡൽ പെങ്കൊച്ചിനെ ഒരു ഉഗ്രൻ പണി കൊടുക്കാനായിട്ട് പ്രൊഡ്യൂസർ പെങ്കൊച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവൾ കാരണമാണല്ലോ ആ വീഡിയോ പോലീസിലേക്ക് കയ്യിലെത്തുന്നത്. അങ്ങനെ എന്തായാലും ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവളുടെ എന്തോ ഒരു വീഡിയോ വൈറലാക്കിയിട്ടുണ്ടെന്നും അത് കാരണം നിന്നെ ഈ ഒരു മോഡലിംഗ് ഇതിൽ നിന്നും ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ഒരു പുതിയ ബോയ് ഫ്രണ്ടും കൂടെ കാരണത്തിരുന്നത് കിസ് ചെയ്ത് എന്തോ ഒരു വീഡിയോ ഇവൾ പുറകെ നടന്നിട്ട് പകർത്തിയിട്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് വൈറലായതോടുകൂടെ ഇവളെന്തോ ബാൻ ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് നീ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് കുറച്ചൊന്നൊരു ആശ്വാസം കിട്ടിയെന്നടുത്ത് അവൾ സന്തോഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് ഇവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് അവൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ, അതായത് ഈ സലൂൺ പോലത്തത്. അങ്ങനെ ആ സലൂണിലേക്ക് പോയിട്ട് ഈ വേഷം മാറിയിട്ടായിരുന്നു ഈ മോഡൽ പെങ്കൊച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്, വേറെ വിഗ്ഗൊക്കെ വെച്ചിട്ട്. നേരെ അവിടെ പോയിട്ട് എനിക്ക് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് കയറി കിടക്കുന്നുണ്ടായിരുന്നു. കിടന്നിട്ട് ആ ഫേഷ്യൽ ചെയ്യാൻ വരുന്ന ആൾ മുഖത്ത് എന്തോ ഒരു സാധനമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മുഖത്ത് അലർജി ഉണ്ടെന്നും അത് കാരണം നിങ്ങളൊന്ന് കൈയൊന്ന് കഴുകിയിട്ട് വരാമോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവർ കൈ കഴുകാൻ പോകുന്ന തക്ക നോക്കി ഇവരുണ്ടാക്കി വെച്ചിരുന്ന ക്രീമിൽ വേറെ എന്തോ ഒരു സാധനം കൂടി എടുത്തിട്ട് കലർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു കൈ കഴുകിയിട്ട് വന്നിട്ട് ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഇവളൊരു കാര്യം പറഞ്ഞിരുന്നത്. എനിക്ക് ഒരുപാട് ഫാൻസ് പുറത്തുണ്ടെന്നും അത് കാരണം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനെന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്ത് വ്ളോഗ് എടുക്കാനായിട്ട് ഓൺ ചെയ്യുമ്പോഴായിരുന്നു ഇവളുടെ മുഖത്ത് കുറേ ചുവന്ന പാടുകൾ വന്നത് ഇവൾ കാണുന്നത്. ഇവളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരുന്നത്. എന്തായാലും വലിയ സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഉടനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്
പുറത്തേക്ക് ഇറങ്ങിപ്പോയത് വലിയ വിഷയമാക്കുന്നുണ്ടായിരുന്നു. ഈ സലൂൺ ആരും വരുന്നതെന്നും എൻ്റെ മുഖം കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ വീഡിയോ വൈറലായിട്ട് ഈ പ്രൊഡ്യൂസർ പെങ്കുച്ചിൻ്റെ സലൂൺസ് എല്ലാം അടച്ചു പൂട്ടുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയെടുത്തോളം ഇവൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കാറിൽ കയറി ഇരുന്നിട്ട് ഇവിടെ ഈ കമ്പനിയൊക്കെ നോക്കിയിട്ട് ചുമ്മാ ഇരുന്ന് അലറി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവളുടെ കമ്പനിയൊക്കെ ബാൻ ചെയ്ത് അറിഞ്ഞിട്ട് ഈ മോഡൽ പെങ്കൊച്ചിന് ഭയങ്കര സന്തോഷം വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും മുഖം കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോൾ എന്തോ സ്നാക്സ് ഐറ്റംസ് എന്തോ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ അനിയത്തിയുടെ കല്ലറിയിലേക്ക് അവൾക്കും ഒരു പങ്ക് വെച്ചിട്ട് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ ഇത്, അത് കാരണം തന്നെ ഞാൻ നിനക്ക് മേടിച്ചുകൊണ്ട് വന്നതെന്നും എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വിട്ടുപോയി. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചതായിരുന്നു അവളെ, അത് ഞാനായിട്ട് തന്നെ അവളെ വിട്ട് കളയുകയും ചെയ്തു. ലൈഫ് കൊണ്ട് ഒരു അർത്ഥമില്ലാത്തതുപോലെ എനിക്ക് തോന്നുക. നീ പോയതുപോലെ ഞാൻ നിൻ്റെ കൂടെ വന്നാലോ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഈ 10 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹീറോയിനും തമ്മിൽ യാതൊരുവിധ കോൺടാക്റ്റും വെച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ ഒരുപാട് മുടിയൊക്കെ വളർന്നു കേട്ടോ. അവളെന്തോ പേപ്പർ എങ്ങാണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ഇവൾക്ക് എന്തോ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടോന്ന് ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവർ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ അന്ന് കൊടുത്തൊരു ബുക്ക്ലെറ്റ് കാണുന്നത്. ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അത് അവനെക്കുറിച്ചൊന്നൊക്കെ അറിയാനായിട്ട് ചുമ്മാ എനിക്ക് തന്നതാണെന്നും പക്ഷേ ഞാൻ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ നിൻ്റെ മനസ്സിൽ അവനോട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവനിത് ചെയ്തത്, അത് കാരണം നീ പെട്ടെന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ആക്ച്വലി ഇവൾക്കിങ്ങനെ നമ്മുടെ ഹീറോ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അത് കാരണം ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനെ വിട്ട് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് അവർക്കും ഉണ്ടായിരുന്നു. അത് കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവളുടെ പുറകെ നടന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവൾ തിരികെ പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവള് എന്തോ കിൻഡർ ഗാർഡനിലേക്ക് പോകാനാണെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് അന്ന് രാത്രി നമ്മുടെ ഹീറോയിനോട് ബ്രേക്കപ്പ് ആവാന്നൊക്കെ പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് അവൾക്ക് ഓർമ്മ വന്നിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. ആ ഓൺ ദ സ്പോട്ട് നേരെ താഴെ ഇറങ്ങി വന്നിട്ട് മുത്തശ്ശിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ഈ കത്രിക തലമുടിയൊക്കെ വെട്ടാൻ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാലോ, അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് ഇത്ര ലോങ് ഹെയർ വേണ്ട മുത്തശ്ശി, എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുക, അത് കാരണം എനിക്കൊന്ന് കട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്, എനിക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് ഇത്ര ലോങ് ഹെയർ വേണ്ടാന്നും എനിക്കൊന്ന് കട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ കുറച്ചുകൂടെ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ലാസ്റ്റ് അവളൊരു കണ്ണാടിയുടെ ഫ്രണ്ട് പിടിച്ചെടുത്തിട്ട് ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്, ഇനി കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും മുടി വേണമായിരുന്നു അതൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും പറയത്തില്ല, എനിക്കൊന്ന് വെട്ടി തന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മുത്തശ്ശി ഇവൾ പറയുന്നത് കേട്ടിട്ട് അവളുടെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത ഒരേ ഒരു എപ്പിസോഡ് കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രാമ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രാമ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു അടിപൊളി മിനി ഡ്രാമ എടുക്കാം. ഇത് കുറച്ച് അധികം ലോങ് എപ്പിസോഡ് ആയിപ്പോയല്ലേ. എന്തായാലും നമുക്ക് അടുത്ത ഫൈനൽ എപ്പിസോഡ് കൂടെ ഈ ഡ്രാമ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരൊറ്റ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറക്കാതെ നിങ്ങൾ ഡ്രാമ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.